ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി മുതൽ നമ്മൾ +1 ആവട്ടെ +2 ആവട്ടെ ഫിസിക്സിൻ്റെ NCERTയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് വേണ്ടത്, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിനും ബോർഡ് എക്സാമിനും വേണ്ട ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചാനൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത് വേറെ തന്നെ ഉണ്ടാകും. പിന്നെ ബാക്കിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് +2 ആണോ +1 ആണോ എന്ന് തമ്പനിയിൽ ഞാൻ കൂട്ടിക്കാട്ടോ. ഓക്കെ, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന +2 ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ NCERTയിലെ എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നാണ്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ എന്താണെന്ന് 1.1 ആട്ടോ. NCERTയിലെ എക്സസൈസ് 1.1 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയിൽ. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ് spheres having charges of 2 × 10⁻⁻7 coulomb and 3 × 10⁻⁻7 coulomb placed 30 cm apart in the air എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ടോപ്പിക്ക്? നമുക്ക് ഈ ഒരു എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് അറിയാം മക്കളെ. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നല്ലോണം റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലൂടെ, പ്രോബ്ലംസിലൂടെ, ടോപ്പിക്സിനെ കുറിച്ചുള്ള നല്ല ബോധം, നല്ല അവയർനെസ് കിട്ടും. അതുമാത്രമല്ല, ക്വാളിറ്റി മനസ്സിലാവും. പ്രോബ്ലംസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോബ്ലം ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രോബ്ലംസ്, അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോബ്ലംസാണ് NCERT. നിങ്ങൾക്ക് അത്ര അറിയാം, അത്രത്തോളം വാസ്റ്റാണ്. അപ്പോൾ NCERTയിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ബിഗിനർ നിലയ്ക്ക് എൻട്രൻസുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീറ്റീവ് നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, കീം ആവട്ടെ, CU ആവട്ടെ, ഏതോ ആവട്ടെ, ഏറ്റവും ബിഗിനർ നിലക്ക് ചെയ്യേണ്ട കാര്യം കൂടി NCERTയിലെ എക്സസൈസും സോൾവ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ വലിയ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുള്ളൂ. ഇതൊക്കെ സെറ്റാണ്, കോൺസെപ്റ്റൊക്കെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിഫറൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഡിഫറൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ, ഗ്രാഫിക്കൽ മെസേഷൻ റീസൺസും, ഡിഫറൻറ്റ് മോഡൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പോകാം. പക്ഷേ NCERTയിലെ എക്സസൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ലെവൽ കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൂടിയാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ബേസും കൂടി കറക്റ്റും. അപ്പോൾ ബോർഡ് എക്സാം ഷുവർലി സെറ്റ് ആകുന്നതോടൊപ്പം കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് പറയും, ടോപ്പിക്ക് പറഞ്ഞു തരും. അപ്പോൾ +2 കുട്ടിക്ക് അറിയാം ഇത് ഏതാണ്. എൻ്റെ കൂടെ +1 വരും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ +2 മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ഡിഫറൻറ്റ് റാൻഡമായിട്ട് വരും. നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിലെ കൂളംസ് ലോ എന്ന് പറയുന്ന ടോപ്പിക് കോൺസെപ്റ്റ് ഞാൻ വീഡിയോയിൽ പറയും കേട്ടോ. കൂളംസ് ലോയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂളംസ് ലോൻ്റെ ഇക്വേഷൻ എന്താണ്? F = 1/4πε0 Q1 Q2 / R² എന്നാണ്. എന്താണ് ഈ സംഭവം? ഇക്വേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ എനി 2 പോയിന്റ് സ്റ്റേഷനറി ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആണ്. Q1 Q2 ആണ് കേട്ടോ. ആ രണ്ട് ചാർജസ് എങ്കിൽ അവരുടെ സെപ്പറേഷൻ 6 ആണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവാം, റിപ്പൽഷൻ ആയിക്കോട്ടെ. ലൈക്ക് ചാർജസ് ആണ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ, അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു ഫോഴ്സിൻ്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് കൂളംസ് ലോയിലൂടെ നമുക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് ഫോഴ്സ് ആണ് ചോദിച്ചാൽ, രണ്ട് ചാർജുണ്ട്, സെപ്പറേഷനുണ്ട്, എയർ ആണെങ്കിലാണ് നമുക്ക് ε0 എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് കൊടുക്കാൻ പറ്റുക. 1/4πε0 വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ വാല്യൂസ് ഡാറ്റാസ് കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെവൽ 1 പ്രോബ്ലം എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കൊടുത്തു നോക്കിയാലോ. ഓക്കെ മക്കളെ, അപ്പോൾ ഞാനത് 1/4πε0 വാല്യൂ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തത് പഠിച്ചുകൊണ്ട് 9 × 10⁹ Nm²/Coulomb സ്ക്വയർ ആണ്. ഈ ക്വസ്റ്റ്യനിൽ Q1 2 × 10⁻⁻7 ആണ്, Q2 3 × 10⁻⁻7 ആണ്. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 cm ആണ്. ഞാൻ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുക വേണ്ടത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ വാല്യൂസ്. Fൻ്റെ വാല്യൂ എത്രയാണ്? 1/4πε0 വാല്യൂ എത്രയാണ്? 9 × 10⁻⁹. Q1ൻ്റെ വാല്യൂ എത്രയാണ്? 2 × 10⁻⁷. Q2ൻ്റെ വാല്യൂ ആണെങ്കിലോ 3 × 10⁻⁻7 ആണ്. രണ്ട് സ്ഫിയേഴ്സിൻ്റെ ചാർജസ്. ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2 ചാർജസ് എത്രയാണ്? 30 cm ആണ്. അതിന് മീറ്റർ ആക്കാൻ വേണ്ടി 30 × 10⁻⁻2 ചെയ്യണം. എന്നിട്ടോ ഓൾ സ്ക്വയർ. എന്തിനു വേണ്ടിയിട്ടാണ് ഓൾ സ്ക്വയർ ചെയ്യുന്നത്? കാരണം ഈ ക്വസ്റ്റ്യനിൽ സ്ക്വയർ ഉണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനൊന്ന് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഈ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് എത്രയാണെന്ന് ബുദ്ധിമുട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷനും കോൺസെപ്റ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ, കാരണം നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പൻസ് കൂടെ അത് കുറച്ചാളായിക്കോട്ടെ, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് വേണ്ടി ഉണ്ടായിട്ടുണ്ടാവും മക്കളെ. അപ്പോൾ ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് സ്ക്വയർ ഒക്കെ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എത്രയാണ് ആൻസർ എന്ന് പറയാം. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇനി നേച്ചർ എന്തായിരിക്കും? നേച്ചർ ഓഫ് ഫോഴ്സ് മീൻസ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ? കാരണം രണ്ട് ചാർജുകളും സെയിം ആണ്. രണ്ടാളും പോസിറ്റീവ്, അത് ലൈക്ക് ചാർജസ് ആണ്. 2 × 10⁻⁷, മറ്റാളും 3 ആണ്, മൈനസ് വരുന്നില്ല. അത് രണ്ടാളും ഒരേപോലെയുള്ള ചാർജസ് ആണ്. പറഞ്ഞു വരുന്നത് മനസ്സിലായി മക്കൾ? രണ്ടാളും പോസിറ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ നേച്ചർ വരിക? എന്ത് നേച്ചറാണ് വരിക? റിപ്പൾസീവ് ആയിരിക്കും അല്ലേ? ക്ലിയർ ആണോ? റിപ്പൾസീവ്. അതും കൂടെ ഒന്ന് മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ.
അപ്പോൾ ഇതാണ് NCERT ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് എക്സൈൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഇടയിൽ മറ്റു കോമ്പറ്റീവ് എക്സാംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ വേറെ തന്നെ ടൈപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വേണ്ടി കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തേക്ക്. സോ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.